മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എംപി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കായംകുളം നോർത്ത് വെസ്റ്റ് മണ്ഡലങ്ങളിൽ സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എംപി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കായംകുളം നോർത്ത് വെസ്റ്റ് മണ്ഡലങ്ങളിൽ സ്വീകരണം നൽകി. TA കൺവെൻഷൻ സെന്ററിൽ നടന്ന സ്വീകരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളം ഭരിച്ചു മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് 9 വർഷം പിന്നിടുകയാണ്. സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണവും മുദ്രാവാക്യമാക്കി ഇനിയും കേരളത്തിൻ്റെ വീട്ടമ്മ പോലും തലക്കീഴിൽ വാക്കത്ത് വെച്ച് ഉറങ്ങേണ്ട ഗതികളുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വന്നതെങ്കിൽ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് കേരളത്തിൽ സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന ദുഃഖവും ദുരിതവും ഒരുപക്ഷെ വാക്കത്ത് വെച്ച് കിടന്നുറങ്ങേണ്ട ഗതികളുണ്ടാവില്ല എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് വീടിന് പുറത്തു നിന്നുള്ള അക്രമങ്ങളായിരുന്നു അന്ന് ഉദ്ദേശിച്ചതെങ്കിൽ ഇന്ന് സ്വന്തം വീടിനുള്ളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന അവസ്ഥയിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. ലഹരിയുടെ വലിയ തോതിലുള്ള കടന്നുകയറ്റം കുടുംബങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മമാരുടെ രോദനങ്ങൾ കേരളമെമ്പാടും മുഴങ്ങിക്കേൾക്കുന്നു. വൈകുന്നേരം ലഹരിക്കടിമപ്പെട്ട് കടന്നു വരുന്ന മകൻ, അവന് മുമ്പിൽ വീടിൻ്റെ കതവ് തുറന്നു കൊടുക്കാൻ, അവന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ എനിക്ക് ഭയമാണ്. കാരണം ആ സമയം അവൻ എന്നെ കാണുന്നത് അമ്മയായല്ല, വെറും ഒരു സ്ത്രീയാണെന്ന് പറയുന്ന അമ്മയുടെ രോദനം. അതൊരു അമ്മയുടെ രോദനം മാത്രമല്ല, കേരളത്തിലെ നിരവധിയായ കുടുംബങ്ങൾ നേരിടുന്ന രോദനമാണ്. നമ്മൾ മാത്രമല്ല പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങൾ, ആശാവർക്കർമാർ, മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, കയർ തൊഴിലാളികൾ, മലയോര മേഖലയിലെ ജനങ്ങൾ, തീരദേശ മേഖലയിലെ ജനങ്ങൾ, അംഗൻവാടി തൊഴിലാളികൾ, ഇവിടെ ഉൾപ്പെടെ അംഗൻവാടി ഹെൽപ്പർമാർ, സകലമായ ജനങ്ങളും യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ പോലും PSCയിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ പോലും ജോലി ലഭിക്കാത്ത യുവാക്കളുടെ സ്വപ്നം തകർന്നടിയുന്ന ഒരു നാടായി കേരളം മാറുന്നത് കൊണ്ടാണ് കേരളത്തിൽ നിന്നും യുവാക്കൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും ദേശത്തേക്കും ഒക്കെ പോകേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് ക്യാമ്പസുകളിൽ പോലും പഠിക്കാൻ കഴിയാത്ത സാഹചര്യം, റാങ്കിങ്ങിനിരയായ സാഹചര്യം. മഹിളാ കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സുധാ സുധാകരൻ അധ്യക്ഷയായി. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി ഈ യാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് ജനുവരി മാസം 4-ാം തീയതി നേതൃത്വം കൊടുത്താണ് ആരംഭിച്ചിരിക്കുന്ന യാത്ര തുടങ്ങിയിരിക്കുന്നത്. KC വേണുഗോപാൽ MP സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുടെ കൈകളിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ചു. ഇന്ന് ശ്രീകുമാരേട്ടൻ KPCCയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ഒരു മാസക്കാലം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കുടുംബയോഗങ്ങളിൽ ഞങ്ങളെയൊക്കെ ഇട്ട് ഓട്ടിച്ച് പണിയെടുപ്പിച്ച് വന്നിരിക്കുന്ന ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കോൺഗ്രസിനൊരു മുഖ്യമന്ത്രിയും ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തരുന്ന സ്വപ്നങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. KPCC വക്താവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, KPCC സെക്രട്ടറി N രവി, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈൻലാബ്ദീൻ, DCC ഭാരവാഹികളായ AJ ഷാജഹാൻ, AP ഷാജഹാൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പത്മകുമാരി, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷീജ ഹാരിസ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.